ഇന്നലെ രാത്രി മുതൽ കാട്ടുതീ പോലെ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ബൈനാൻസ് MXC ഉൾപ്പെടെയുള്ള പല ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളും ഇന്ത്യയിൽ ബാൻ ചെയ്യാനായിട്ട് പോകുന്നു എന്ന വാർത്ത. സോ ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? നമ്മൾ പേടിക്കേണ്ടതായിട്ടുണ്ടോ? ഇതൊരു നല്ല വാർത്തയാണോ മോശം വാർത്തയാണോ? നമ്മൾ ഇനി അടുത്തതായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ പൂട്ടിക്കെട്ടി പോകേണ്ടി വരുമോ? നമുക്ക് നോക്കാം. PML ആക്ട് 2002 അഥവാ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് 2002 ഇന്ത്യയിലെ കള്ളപ്പണം വെളുപ്പിക്കൽ തടയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമാണ് ഈ പറയുന്ന പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് 2002 എന്ന് പറയുന്നത്. ഫൈനാൻസ് ഇന്റലിജൻസ് യൂണിറ്റ് ഇന്ത്യയുടെ ഡയറക്ടർക്കും അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർക്കുമാണ് ഈ ഒരു PML ആക്ടിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിന് നിയമത്തിലുള്ള വകുപ്പുകൾ പ്രകാരം പ്രത്യേകം അധികാരങ്ങൾ നൽകിയിട്ടുള്ളത്. ഈ നിയമം പ്രകാരം ബാങ്കിംഗ് കമ്പനികൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഇടനിലക്കാർക്കും ഒരു ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ നടത്തുന്ന വ്യക്തികൾക്കും എല്ലാം തന്നെ അവരുടെ ക്ലയന്റുകളുടെ ഐഡന്റിറ്റി പരിശോധിക്കുന്നതിനും ബന്ധപ്പെട്ട മറ്റു രേഖകളെല്ലാം തന്നെ ഫൈനാൻസ് ഇന്റലിജൻസ് യൂണിറ്റിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊന്നും തന്നെ അനുസരിക്കാതെ പ്രവർത്തിക്കുന്ന ബിസിനസ്സുകളെ ഒരു ഇല്ലീഗൽ ബിസിനസ് ആയിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ കണക്കാക്കുക. ഇനി ഈ ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് എക്സ്ചേഞ്ചുകൾ VDASPs അതായത് വെർച്വൽ ഡിജിറ്റൽ അസറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലായിരിക്കും വരിക. 2023 മാർച്ചിൽ ഈ VDASPസിനെയും അതായത് ഈ വെർച്വൽ ഡിജിറ്റൽ അസറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിനെയും ഈ ഒരു ഫ്രെയിം വർക്കിലേക്ക് ഒരു PML ആക്ട് പ്രകാരം ആ ഒരു നിയമത്തിന് കീഴിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് എക്സ്ചേഞ്ചുകൾക്കും ഈ ഒരു നിയമം ബാധകമാണ്. ഈ ഒരു PML ആക്ട് ബാധകമാണ്. അവരും ഈ ഒരു ഫൈനാൻസ് ഇന്റലിജൻസ് യൂണിറ്റിൽ കൃത്യമായിട്ട് രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം അവരെ ഒരു ഇല്ലീഗൽ ബിസിനസ് ആയിട്ടാണ് കണക്കാക്കുക. ഇന്ത്യയിൽ പ്രവർത്തിക്കാനായിട്ട് അവർക്ക് സാധിക്കുകയുമില്ല. അങ്ങനെ ഫൈനാൻസ് ഇന്റലിജൻസ് യൂണിറ്റിൽ രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് ഫൈനാൻസ് ഇന്റലിജൻസ് യൂണിറ്റ് ഓഫ് ഇന്ത്യ 2002 പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ സെക്ഷൻ 13 പ്രകാരമുള്ള ഒരു കാരണം കാണിക്കൽ നോട്ടീസ് ഈ പറയുന്ന എക്സ്ചേഞ്ചുകൾക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ PML ആക്ടിലെ വ്യവസ്ഥകൾ പാലിക്കാതെ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനങ്ങളുടെ URLകൾ ബ്ലോക്ക് ചെയ്യുന്നതിനായി ഫൈനാൻസ് ഇന്റലിജൻസ് യൂണിറ്റ് ഇന്ത്യ ഡയറക്ടർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം സെക്രട്ടറിക്ക് അയച്ച കത്താണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട എക്സ്ചേഞ്ചുകളായിട്ടുള്ള ബൈനാൻസ്, KuCoin, Huobi, Kraken, Gate.io, Bittrex, Bitstamp, MEXC ഗ്ലോബൽ, Bitfinex ഈ എക്സ്ചേഞ്ചുകൾക്കെതിരായാണ് ഈ നടപടികൾ അവർ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ കാട്ടുതീ പോലെ പടർന്നുകൊണ്ടിരിക്കുന്ന ട്വിറ്ററിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും വാട്സപ്പ് ഗ്രൂപ്പുകളിലായാലും എല്ലാവരുടെയും വളരെ വേഗത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത ഇതാണ്. അപ്പോൾ ഇതൊരു നല്ല വാർത്തയാണോ? ഇന്ത്യയിൽ ക്രിപ്റ്റോ ഇൻഡസ്ട്രി നല്ല രീതിയിൽ വളരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു നല്ല വാർത്തയാണെന്ന് തന്നെ പറയേണ്ടി വരും. നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകളെല്ലാം തന്നെ ഈ ക്രിപ്റ്റോ കറൻസിക്ക് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കുന്നുണ്ട്, ഈ മണി ലോണ്ടറിങ്ങിന് വേണ്ടിയിട്ട് ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇല്ലീഗൽ ആക്ടിവിറ്റീസിനും ഓർ ടെററിസ്റ്റ് ഫണ്ടിങ്ങിനും വേണ്ടിയിട്ട് ഇല്ലീഗൽ ഓർ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിൻ്റെ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഈ ക്രിപ്റ്റോ കറൻസികൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതും വളരെയധികം സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ ഒരു രാജ്യത്തിനും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് വളരെ വലിയൊരു പ്രശ്നമായിട്ട് തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള പല ഗവൺമെൻറ്റുകളും ഈ ക്രിപ്റ്റോ കറൻസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ടുള്ള പല കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫൈനാൻസ് ഇന്റലിജൻസ് യൂണിറ്റുമായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾക്കെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള കണക്ക് വിവരങ്ങൾ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടതായിട്ട് വരും. ഓരോ ട്രാൻസാക്ഷൻസും കൃത്യമായിട്ട് ഗവൺമെൻറ്റിന് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ മണി ലോണ്ടറിംഗ് പോലുള്ള അല്ലെങ്കിൽ മറ്റുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കുന്നത് ഒരു പരിധി വരെ തടയാനായിട്ടും സാധിക്കുന്നതായിരിക്കും. ആൻഡ് ക്രിപ്റ്റോ ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കും ഇത് വളരെയധികം ഗുണം ചെയ്യുന്നതായിരിക്കും. നിലവിൽ പല എക്സ്ചേഞ്ചുകളും കൃത്യമായിട്ടുള്ള കണക്കുകളൊന്നും തന്നെ ഗവൺമെന്റിന് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള രേഖകളൊന്നും തന്നെ പല എക്സ്ചേഞ്ചുകളും ഗവൺമെന്റിന് കൊടുക്കുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ട് ഒരു രജിസ്ട്രേഷൻ വരികയാണെങ്കിൽ, കൃത്യമായിട്ട് അവർക്കത് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള കള്ളത്തരങ്ങളും ഈ എക്സ്ചേഞ്ചുകളുടെ പലതരത്തിലുള്ള കള്ളത്തരങ്ങളും അവിടെ നടപടിയാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സോ തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ആണ്, അല്ലെങ്കിൽ നല്ലൊരു വാർത്തയായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ഇന്ത്യയിൽ ക്രിപ്റ്റോ ഇൻഡസ്ട്രി നിലനിൽക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. സോ ഇത്തരത്തിലുള്ള ഉടായ്പകളെല്ലാം തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെയാണ് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് ഈ ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പേടിക്കേണ്ടതുണ്ടോ? ഇപ്പോൾ ബൈനാൻസ് ആയാലും MEXC ആയാലും KuCoin ആയാലും നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന എക്സ്ചേഞ്ചുകൾ തന്നെയാണ്. എൻ്റെയും ഒരുപാട് ഫണ്ട് ബൈനാൻസിൽ എടുക്കുന്നുണ്ട്, MXCയിൽ എടുക്കുന്നുണ്ട്. ആൻഡ് കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രിപ്റ്റോ ഹോൾഡേഴ്സ് ഉള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ തന്നെയാണ്.
ഇപ്പോൾ ബൈനാൻസിൻ്റെ കാര്യം എടുത്താലും അവരുടെ ഇന്ത്യൻ യൂസേഴ്സിൻ്റെ എണ്ണം അത്ര ചെറുതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഈ എക്സ്ചേഞ്ചുകൾക്കെല്ലാം തന്നെ ഇന്ത്യയിൽ നിലനിൽക്കേണ്ടത്, ഇന്ത്യയിൽ കൃത്യമായിട്ട് അവരുടെ ബിസിനസ് നടത്തേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതും ഈ ഒരു ബുൾ മാർക്കറ്റിൽ ഇത്രയധികം യൂസേഴ്സിനെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. സോ കൃത്യമായി PML ആക്ട് പ്രകാരം ഫൈനാൻസ് ഇന്റലിജൻസ് യൂണിറ്റിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾക്ക് നിലവിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ആരോപിക്കപ്പെട്ടിട്ടുള്ള പോലെ എന്തെങ്കിലും രീതിയിലുള്ള ഉടായ്പകൾ കാണിച്ചിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള മണി ലോണ്ടറിങ് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ഇല്ലീഗൽ ആക്ടിവിറ്റീസോ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിന് ഫണ്ടിങ്ങോ നടത്തിയിട്ടുള്ള എക്സ്ചേഞ്ചുകളാണ് എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഈ ഒരു നിയമം അനുസരിക്കാനായിട്ട് തയ്യാറായി എന്ന് വരില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇന്ത്യയിൽ നിലനിൽക്കാനും സാധിക്കില്ല. സോ ഒന്നുകിൽ ഈ എക്സ്ചേഞ്ചുകളെ കണ്ണും പൂട്ടി വിശ്വസിക്കുക, അല്ലെങ്കിൽ ഈ ലിസ്റ്റിലില്ലാത്ത ബൈബിറ്റ്, ബിറ്റ്ഗെറ്റ് പോലുള്ള മറ്റുള്ള എക്സ്ചേഞ്ചുകളിലേക്ക് നമ്മുടെ ഫണ്ട് പതുക്കെ ഒന്ന് സേഫ് ആക്കി മാറ്റിവെക്കുക. നിലവിൽ പേടിക്കേണ്ട അല്ലെങ്കിൽ ഇത് പൂട്ടിപ്പോകുമെന്ന് പറയേണ്ട രീതിയിലുള്ളൊരു ഇഷ്യൂ ഇതുവരെ വന്നിട്ടില്ല. ഈ പറയുന്ന പോലെ അവർ ആ ഒരു കാരണം കാണിക്കൽ നോട്ടീസിന് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അവർ കൃത്യമായിട്ടുള്ള രജിസ്ട്രേഷനും കാര്യങ്ങളും ചെയ്യാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ മാത്രം നമ്മളിത് പേടിച്ചാൽ മതി. നിലവിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ല. എന്തായാലും ഇന്ത്യൻ എക്സ്ചേഞ്ചുകൾക്ക് കിഡിലൻ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ നിലവിൽ വീണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു അവസരം അവർ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ടോപ്പ് സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ ഇന്റർനാഷണൽ എക്സ്ചേഞ്ചിൽ നിന്നും ഒരുപാട് യൂസേഴ്സിനെ അവർക്ക് ഇന്ത്യൻ എക്സ്ചേഞ്ചുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാനായിട്ടുള്ളത് എന്ന് തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. നമുക്ക് അവിടെ ബാക്കിയുള്ള ഡിസ്കഷൻസ് ആവാം. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം.